മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ കൂടി ചേരുന്നുണ്ട്. സർ, ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്ന ഒരു ശ്രമം നമ്മൾ കാണുകയാണ്. ഇപ്പോൾ എം.വി. ഗോവിന്ദൻ അടക്കം വന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ്. അതുപോലെ തന്നെ ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ജീവനാണ് അവിടെ പൊലിഞ്ഞിരിക്കുന്നത്. അപ്പോഴൊക്കെ തന്നെയും ആദ്യത്തെ ആ ഒരു മണിക്കൂറിൽ മന്ത്രിമാർ പറഞ്ഞിരുന്ന കാര്യം ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഈ ബിൽഡിംഗ് പൂട്ടിയതാണ്, ഇവിടെ ആരും എത്തുന്നില്ല മുതലായ കാര്യങ്ങളൊക്കെയാണ്. എത്ര നാൾ ഇങ്ങനെ ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും? ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും മന്ത്രിമാർ രാജിവെക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും മന്ത്രിമാർ രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. സ്വാഭാവികമായിട്ടും വേണ്ടത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാം, ഈ വളരെ കൃത്യമായിട്ട് വളരെ കഴിവുള്ള ആളുകൾ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓരോ തവണയും ഒരു പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു, അതിൽ ഒരു സ്ത്രീ മരിച്ചു, സ്വാഭാവികമായിട്ടും ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. അതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കുന്നു. അതിന് അടുത്ത ദിവസം വേറൊരാള് മന്ത്രിയായി കഴിഞ്ഞിട്ട് ഇതേപോലെ മറ്റെന്തെങ്കിലും പ്രശ്നം, ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഫാൻ ഇടിഞ്ഞു വീഴുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ അപകടത്തിനും മന്ത്രിമാർ രാജിവെക്കുക എന്നുള്ളതല്ല ജനാധിപത്യത്തിലെ പോംവഴി. ജനാധിപത്യത്തിലെ പോംവഴി എന്ന് പറയും കൃത്യമായിട്ടും ഒരു വളരെ ഓരോ മന്ത്രിമാരും അവരവരുടെ ചുമതല നിറവേറ്റുക, തങ്ങൾക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിലാണോ വേണ്ടത് എന്ന് നോക്കുക. അതിനനുസരിച്ചുള്ള കൃത്യമായ മോണിറ്ററിംഗ് വേണം. അത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമോ അല്ലെങ്കിൽ വീണ ജോർജിന്റെ കാലത്ത് മാത്രമോ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയല്ല. ഞാൻ 10-40 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആ സമയത്തൊക്കെ ധാരാളം ആരോഗ്യമന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ വളരെ അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല പല ആളുകളും വളരെ അടുത്ത മിക്ക ആളുകളായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ പല ആളുകളെയും നമ്മളിപ്പോൾ എടുത്തു പറയാവുന്ന ചില ആളുകൾ, ഇപ്പം വി എം സുധീരനാണ് എനിക്ക് വളരെ കൃത്യമായിട്ടും ഈ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളായിട്ടും തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഓരോ ഇതേപോലെ വീഴ്ചകൾ എപ്പോഴും ഉണ്ടാവും. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത്തരം വീഴ്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അപ്പോൾ വരുന്ന ഘട്ടത്തിൽ ഈ ഓരോ സ്ഥലത്തും പോയിട്ട് റിവ്യൂ മീറ്റിംഗ് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ട് അതേപടി പോരുകയല്ല അദ്ദേഹം ചെയ്യാറുള്ളത്. ഈ പ്രതിപക്ഷത്തെ ജനപ്രതിനിധികളെ, മാധ്യമ പ്രവർത്തകർ, ഞാനൊക്കെ എത്രയോ തവണ ഇങ്ങനെ മീറ്റിംഗ്, കോഴിക്കോട്ടൊക്കെ മീറ്റിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം മീറ്റിംഗ് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ വിളിച്ചു പറയും, പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് അവിടെ വന്നിട്ട് ഇവർ പറയുന്നത് കേട്ട് പോരാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കാതെ അത് കൃത്യമായിട്ട് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണം, അതിൽ സംസാരിക്കാനൊക്കെ പറയാറുണ്ട്. ആ തരത്തിൽ അങ്ങനെ ഓരോന്നിൽ ഇടപെടുക, അതത് ഘട്ടത്തിൽ പരിഹരിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. അതേ സമയത്ത് തന്നെ വേറെ ചില ആരോഗ്യമന്ത്രിമാർ, ഞാൻ പേര് പറയുന്നില്ല, ഈ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റു ആരോഗ്യവകുപ്പിലെ ജീവനക്കാരുടെയൊക്കെ സ്ഥലം മാറ്റത്തിന് കാശ് വാങ്ങാൻ വേണ്ടി മാത്രം ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഇരുന്ന ആളുകളൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്ക് എല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയവരില്ല. ഇപ്പം ഒരു മരുന്ന് ക്ഷാമം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള പെട്ടെന്ന് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ കൂടിയ രീതിയിലുള്ള പ്രൊസീജിയറാണ്. പക്ഷെ ചില ആളുകൾ, ഇപ്പം കെ കരുണാകരൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് കൂടി കുറച്ചു കാലം കൈകാര്യം ചെയ്യുന്ന ഒരു കാലമുണ്ട്. ആ സമയത്ത് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ, ഈ ഒരു മെഡിക്കൽ കോളേജിൽ സുപ്രധാന തസ്തികയിൽ ഒരു ചുമതലയുണ്ടായിരുന്ന ഒരു ഡോക്ടർ പറഞ്ഞത് ഇതേപോലെ മരുന്ന് ക്ഷാമം ഉണ്ടായി, മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് പോയിട്ട് കരുണാകരനെ കാണുന്നു. അദ്ദേഹം കോഴിക്കോട്ട് എത്തിയ സമയത്ത് കരുണാകരനെ കാണുന്നു, പ്രശ്നം പറയുന്നു, പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നു. അങ്ങനെ അതാണ് ശരിക്കും ഉടനടി പരിഹാരം ഉണ്ടാക്കുക. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ, കരുണാകരൻ ഒരിക്കൽ പോലും സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ പിന്നീട് ഉണ്ടാകുമ്പോൾ അപ്പം നോക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. ആ തരത്തിലൊക്കെ ഉണ്ട്, ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിമർശനം ഉണ്ടായില്ല. അത് പിന്നീട് വരുന്ന വിമർശനങ്ങളൊക്കെ എനിക്ക് അപ്പോഴാണ് മറുപടി പറയേണ്ടത്. പക്ഷെ ആ ഘട്ടത്തിൽ പരിഹാരം ഉണ്ടാക്കുക എന്ന രീതിയുണ്ട്. അപ്പൊ ഈ വീണ ജോർജ് രാജിവെച്ചോണ്ട് നാളെ ഇതെല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേറെ ആര് മന്ത്രിയായാലും ഈ സിസ്റ്റത്തിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റമാണെന്നുള്ള ഇപ്പോഴത്തെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാക്കായിട്ട് മാറിയിട്ടുള്ളത് അതുണ്ട്. ആ സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ മരുന്ന് വാങ്ങൽ, അതിന്റെ പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന കുറെ ഡിലേ ഉണ്ട്. ആ ഡിലേ കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യണം, അതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ച് പരിഹരിക്കാനുണ്ട്. അപ്പോഴും
വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നം തീരെ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്നോ ഉണ്ടായിട്ടുണ്ട് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ഈ ഞാൻ പറഞ്ഞ 40 വർഷക്കാലത്തെ അനുഭവത്തിലും ഇത്തരത്തിൽ പ്രശ്നമില്ലാത്തൊരു കാലം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഉണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാകും. അത് മന്ത്രി രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ അത് LDF ആണെങ്കിലും UDF ഒക്കെ ആണെങ്കിലും ആര് പ്രതിപക്ഷത്തിരുന്നാലും ഉള്ള രീതിയാണ് ബഹളം ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ടല്ലേ ഈ സംഭവം കോട്ടയത്തെ സംഭവത്തിന് ശേഷമുള്ള കാര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോലാഹലം ഉണ്ടാക്കാനായിട്ട് വേറെ നടത്തുന്നത് അത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അതല്ല വേണ്ടത്. ആര് ഭരിക്കുകയാണ് ഇപ്പൊ അടുത്ത തവണ UDF വരുമ്പോഴും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, മാവേലി വാഴുന്ന കാലമായിട്ട് മാറുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിക്കുക, ഭരണപക്ഷം പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമസഭയിലൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് ആരോഗ്യ രംഗത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ദിവസത്തെ ചർച്ച അതാണ് വേണ്ടത്. അനുപകരവര് എന്തെല്ലാമാണ് ഡെസ്കിന്റെ മുകളിൽ കയറുക, തുണി മുക്കി കാണിക്കുക തുടങ്ങിയിട്ടുള്ള കളികളിലൂടെയുള്ള നമ്മുടെ ഈ നിയമസഭകൾ പോകുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് പരിഹാരമാണ് സത്യത്തിൽ ഉണ്ടാവേണ്ടത്. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രാജിയല്ല ആവശ്യം, ഈ സിസ്റ്റത്തിലെ എന്തൊക്കെ പോരായ്മകളുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് അതിന് വേണ്ടുന്ന ശാശ്വത പരിഹാരം തന്നെയാണ് വേണ്ടത്. ഈ എടുപിടിയിൽ നിന്നുള്ള രാജികളും അതുപോലെ അതിൻ്റെ ആവശ്യങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.